ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച. മത്തായി 17 22 മുതൽ 27 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് രണ്ടാം തവണ മുന്നറിയിപ്പ് നൽകുന്നത് നാം കാണുന്നു. അവൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമാണത്. യേശു പറഞ്ഞത് കേട്ട് ശിഷ്യന്മാർ ദുഃഖത്താൽ വലഞ്ഞുവെന്ന് സുവിശേഷം പറയുന്നു. അത് യേശുവിനോടുള്ള ദുഃഖം കൊണ്ടാണോ അതോ അത് അവരുടെ നിരാശയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് പറയാൻ പ്രയാസമാണ്. മിശിഹായുടെ വരവിന് അവർ പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള അന്ത്യമായിരുന്നില്ല അത്. ഇന്നത്തെ സുവിശേഷ വായനയുടെ രണ്ടാം ഭാഗം ഒരു പ്രത്യേക രംഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഇത് കാണുന്നത്. ദേവാലയ നികുതി യേശു അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ അത് പിരിക്കുന്നവർ പത്രോസിനോട് ചോദിക്കുന്നു. യേശു അത് അടയ്ക്കുന്നുണ്ടെന്ന് പത്രോസ് ഉറപ്പ് നൽകുന്നു. റോമൻ പൗരന്മാർ റോമൻ നികുതി അടച്ചിരുന്നില്ല. റോമിന് കീഴിലുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മാത്രമേ റോമൻ നികുതി അടയ്ക്കേണ്ടി വന്നുള്ളൂ. അതുപോലെ ഒരു രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് രാജാവ് ചുമത്തുന്ന നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല. അങ്ങനെയെങ്കിൽ യേശു പറയുന്നു, പുത്രന്മാർ, അതായത് താനും തൻ്റെ ശിഷ്യന്മാരും ദേവാലയ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. എല്ലാറ്റിനുമുപരി ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ്. യേശു അവൻ്റെ പുത്രനാണ്. അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ സഹോദരന്മാരാണ്, ഒരേ പിതാവിൻ്റെ മക്കൾ. എന്നാൽ അപവാദവും തെറ്റിദ്ധാരണയും ഒഴിവാക്കാൻ പത്രോസിനോട് ഒരു മത്സ്യത്തെ പിടിക്കാൻ കർത്താവ് പറയുന്നു. അതിൻ്റെ വായിൽ ഒരു ഷെക്കൽ കണ്ടെത്തും. ഇരുവർക്കും നികുതി അടയ്ക്കാൻ അത് മതിയാകും. യഹൂദ പാരമ്പര്യമനുസരിച്ച് 20 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ ജൂത പുരുഷന്മാരിൽ നിന്നും ഓരോ വർഷവും 1/2 ഷെക്കൽ ഈടാക്കിയിരുന്നു. ദേവാലയത്തിൻ്റെ പരിപാലനത്തിലായിരുന്നു അത്. അക്കാലത്ത് 1/2 ഷെക്കൽ എന്ന് പറയുന്നത് ഏകദേശം 2 ദിവസത്തെ വേതനത്തിന് തുല്യമായിരുന്നു. ഈ സുവിശേഷ ഭാഗം ആദ്യകാല സഭയുടെ ഒരു ധർമ്മസങ്കടത്തെ പ്രതിഫലിപ്പിക്കുന്നതായി കാണാം. യഹൂദരായ ക്രിസ്ത്യാനികൾ ദേവാലയ നികുതി നൽകുന്നത് തുടർന്നുമോ? കൂടാതെ ക്രിസ്ത്യാനികൾ പൊതുവെ ഒരു പുറജാതീയ സർക്കാരിന്, പ്രത്യേകിച്ച് റോമാക്കാർ സീസർ ഒരു ദൈവമാണെന്ന് അവകാശപ്പെടുന്ന സ്ഥിതിക്ക് നികുതി നൽകേണ്ടതുണ്ടോ? ആദ്യത്തെ സങ്കടം കാലക്രമേണ പരിഹരിക്കപ്പെട്ടു. കാരണം ദേവാലയത്തിൻ്റെ നാശത്തോടെ പിന്നെ ദേവാലയ നികുതി കൊടുക്കേണ്ടി വന്നില്ല. രണ്ടാമത്തെ കാര്യം, യേശു മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഇതിന് ഉത്തരമാകുന്നു. കർത്താവ് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക. നമ്മുടെ ഗവൺമെൻറ്റുകൾ നമ്മിൽ നിന്ന് നിയമപരമായി എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നാമും വിവേചിക്കുകയും നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മുടേതായ സംഭാവനകൾ നൽകുകയും വേണം. അതേസമയം സത്യത്തിൻ്റെയും നീതിയുടെയും സാർവത്രിക തത്വങ്ങൾ അപകടത്തിലായിരിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്.
പൗരന്മാർ ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കേണ്ടി വരും. അത് നമ്മുടെ അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വവുമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.